പ്രോഗ്രാമിലോ ഇതുപോലെ നമ്മുടെ ക്രൂസൈഡുകളിലോ ഒക്കെ അത്ഭുതകരമായ സൗഖ്യം പ്രാപിച്ച് ആരെങ്കിലും ഇന്നിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മുമ്പിലൊന്ന് വന്ന് നിൽക്കാമോ? നിങ്ങളൊന്ന് മുമ്പിൽ വന്ന് നിന്ന് എന്താന്ന് ആ കിട്ടിയ വിടുതലെന്ന് പറഞ്ഞാൽ. ശ്രദ്ധിച്ച്, ഈ നിൽക്കുന്നവര് രോഗസൗഖ്യത്തിന് പ്രാർത്ഥിക്കാൻ വന്നവരല്ല, നമ്മുടെ TV പ്രോഗ്രാമിലൂടെയും മറ്റും അത്ഭുത വിടുതൽ പ്രാപിച്ചവര്. ഈ സഹോദരിയും നമ്മുടെ മൂവാറ്റുപുഴയിൽ നടന്ന TV പ്രേക്ഷക മീറ്റിംഗിൽ അത്ഭുത സൗഖ്യം നേടിയ ഒരു സഹോദരിയ. എന്തായിരുന്നു അന്നത്തെ പ്രശ്നം? അന്ന് ലിഗമെന്റിന്റെ കംപ്ലൈന്റ് ആയിട്ട് ഡോക്ടർ 15 ദിവസം കഴിയുമ്പോൾ ഓപ്പറേഷൻ വേണമെന്നും പറഞ്ഞ് ഡേറ്റ് തന്നു വിട്ടതാ. അപ്പൊ ആ സമയത്ത് മൂവാറ്റുപുഴ ഇങ്ങനെ TV പ്രേക്ഷക സംഗമം നടക്കണേ. അപ്പൊ ആ സമയത്ത് എല്ലാവരും പറഞ്ഞു, വാ, എന്തായാലും നീ അവിടെ വെറുതെ കിടക്കൂല്ലേ, അപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് അങ്ങനെ കാറിന് അവിടെ വന്ന് കഴിഞ്ഞപ്പോ ആരാധനയുടെ സമയത്ത് എനിക്ക് നിൽക്കാനൊന്നും പറ്റില്ല. ഒരു 10 മിനിറ്റ് നിന്ന് കഴിയുമ്പോ അപ്പൊ എനിക്ക് മുട്ടിന് നീര് വരും, ഭയങ്കര വേദന. കാരണം ഫുൾ ലെങ്ത്തിൽ ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് ഞാൻ അവിടെ വന്നത്. അത് കഴിഞ്ഞപ്പോ കൊച്ചിനെ എടുത്ത് ആ നേരങ്ങളെ കൊച്ചൊക്കെ വെറുതെ ഓടി നടക്കുമായിരുന്നു. അവിടെ വെച്ച് തന്നെ കൊച്ചിനെ എടുത്തു. അപ്പൊ അവനെ എടുക്കുവോ, എനിക്ക് ആ ബെൽറ്റ് ഇല്ലാണ്ട് ഒന്നും നടക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. ബെൽറ്റ് അവിടെ വെച്ച് ഊരിയോ? അവിടെ വെച്ച് ഊരി. അന്ന് അവിടെ വെച്ച് തോമസ് ഒട്ടിയൂർ അന്ന് പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഒരു ആക്സിഡന്റ് ആയിട്ട് ഭാരപ്പെട്ട് വന്നേക്കുന്ന ഒരു രണ്ടാമത് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ആ നിമിഷം എന്റെ ആങ്ങളയ്ക്കൊന്നും ഒട്ടും വിശ്വാസമില്ലാത്ത തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. ആ നിമിഷം എന്റെ ആങ്ങളെ പറഞ്ഞു, ഈ നിമിഷം എന്റെ പെങ്ങളുടെ കാലിന് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. ആ നിമിഷം എന്റെ കാലിന് എന്തോ ഒരു ശക്തി പ്രാപിക്കണ പോലെ തോന്നി. അത് കഴിഞ്ഞപ്പോ ഞാൻ എന്റെ ബെൽറ്റും കൂടെ ഊരിയിട്ട് ഞാൻ അവിടെ നിന്നോട് കൊച്ചിനെ 2 വയസ്സായ കുട്ടീനെ എടുത്തു വെച്ചുകൊണ്ട് ഞാൻ അവിടെ ആ ആരാധന സമയത്ത് ഫുൾ നേരം നിന്നു. അപ്പൊ ആ പാട്ടിന്റെ സമയത്തൊക്കെ ഞാൻ കാലിട്ട് ഇങ്ങനെ ഇട്ട് കാണിച്ച് ഇങ്ങനെ ചാടുകയൊക്കെ ചെയ്തു. അപ്പൊ എനിക്ക് കാലും കൊണ്ട് അനങ്ങാം. ഒരു സ്റ്റെപ്പ് ഇങ്ങനെ വെക്കുമ്പോ തന്നെ കാലിന് ഭയങ്കര വേദനയായിരുന്നു, ബെൽറ്റ് ഇല്ലാണ്ട്. അപ്പൊ ബെൽറ്റ് അഴിച്ചിട്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് ആരാധിച്ചുകൊണ്ടിരുന്നത്. അത് ആ സമയം ഫുൾ ഞാൻ ആ കൊച്ചിനെ എടുത്തുകൊണ്ടാണ് ഞാൻ നിന്ന് ആരാധിച്ചുകൊണ്ടിരുന്നത്. ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോ ഒരു സഹോദരി സൗഖ്യമായിട്ട് ഇവിടെ വന്നെന്നാ ആ സഹോദരി ബെൽറ്റ് അഴിക്കുന്നതാ. ഈ ആഴ്ച എങ്ങോട്ടും ബെൽറ്റ് ഇട്ടിട്ട് വേദന മാറിയില്ലെങ്കിൽ ഇത് ഓപ്പറേഷൻ ചെയ്യണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ എനിക്കത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എനിക്കൊരു സൗഖ്യത്തിന്റെ ഒരു അനുഭവം കിട്ടി. അതെങ്ങനെ അനുഭവം കിട്ടി? എനിക്ക് മോനെ എടുത്ത് കുറച്ചു നേരം പോലും നടക്കാൻ പറ്റില്ലായിരുന്നു. നടന്നെ അപ്പൊ എനിക്ക് കാല് ഭയങ്കരമായിട്ട് വേദന വരുമായിരുന്നു. ആ മുട്ടിന്റെ അവിടെയായിട്ട് കാലിങ്ങനെ നമുക്ക് ബലം കിട്ടില്ലാത്ത അവസ്ഥ. പക്ഷെ ഇപ്പൊ 1 മണിക്കൂർ ചെല്ലാനും ഞാൻ എന്റെ കുഞ്ഞിനെ എടുത്ത് തോളത്തിട്ടുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ പാട്ട് പാടുമ്പോഴൊക്കെ കാല് ചവിട്ടി താളം പിടിച്ചോണ്ടിരുന്നു. പക്ഷെ എനിക്കൊരു വേദനയൊന്നും തോന്നിയില്ല. എനിക്ക് നല്ലൊരു കാലിനൊരു ബലം പോലെ തോന്നി. എനിക്ക് പൂർണ്ണമായ വിശ്വാസം എന്റെ ദൈവം എന്നെ തൊട്ട് സൗഖ്യമാക്കി. വേദനയില്ല, സ്തോത്രം ഇല്ല. ഇങ്ങനെ മടക്കുമ്പോഴൊക്കെ ഭയങ്കര വേദനയായിരുന്നു എന്റെ മുട്ടിന്. കാരണം വെച്ചാൽ ഈ മടക്കാൻ ഇത് വിട്ട് ഇങ്ങനെ മടക്കാൻ പാടില്ലായിരുന്നു, അത്രയ്ക്കും വേദനയായിരുന്നു. അനേകം മക്കളുടെ മുമ്പിൽ ഇങ്ങനെ വലിയൊരു സാക്ഷിയും മാറാനാണ് എന്റെ ദൈവം എനിക്ക് ഇന്നൊരു പൂർണ്ണ സൗഖ്യം വിട്ട് ഞാൻ പൂർണ്ണ വിശ്വസിക്കുന്നു. ഒരു കുഴപ്പമില്ല. കാരണം എനിക്ക് നടക്കുമ്പോ എന്റെ കാലിങ്ങനെ മോള് പറഞ്ഞ പോലെ കാല് തെന്നി പോവുമായിരുന്നു. എപ്പോഴും ഇങ്ങനെ കാല് സ്വല്പം അങ്ങോട്ട് മൂവ് ചെയ്യുന്ന ഈ മുട്ടിങ്ങനെ തെറ്റണ പോലെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അതാണ് ഡോക്ടർ പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഇനി ബുധനാഴ്ചയാണ് ഹോസ്പിറ്റലിൽ ചെല്ലേണ്ടത്. അപ്പൊ ചെക്കപ്പ് നടത്തിയിട്ട് ഇനി എന്താണ് ട്രീറ്റ്മെന്റ് വേണ്ടതെന്ന് പറയാം, ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു സാധനത്തിന്റെ സപ്പോർട്ടോടി മാത്രമാണ് മുട്ട അനക്കാൻ പോകുന്നത് ഡോക്ടർ പറഞ്ഞേക്കണേ. കാരണം ഈ ഒരു സാധനം ടൈറ്റ് ചെയ്ത് അവിടെ പ്രസ് ചെയ്യുമ്പോൾ മുട്ട അനങ്ങൂല. ഈ ഒരു അവസ്ഥയിൽ താൻ നടക്കാമോളൂ, അല്ലാണ്ട് മുട്ട് മടക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞു വിട്ടായിരുന്നു. പക്ഷെ ഈ കാല് വെച്ച് ഞാൻ ഇത് അഴിച്ചിട്ടിട്ട് ഞാൻ മുട്ടിങ്ങനെ മടക്കി ഡാൻസ് ചെയ്തു. കാരണം ഇതിങ്ങനെ കെട്ടിവെച്ചിട്ട് എനിക്ക് മുട്ടിട്ട് ആട്ടാൻ പറ്റണില്ല. അപ്പൊ ഞാൻ ഇത് അഴിച്ചിട്ടിട്ട് ഞാൻ ആട്ടിപ്പോ എനിക്കൊരു വേദന അനുഭവം. ഇന്ന് പോണം, സുഖമായിട്ട് നടക്കണം, പോയി ഒന്നുകൂടെ ഡോക്ടറെ കാണണം. ഡോക്ടർ സർട്ടിഫൈ ചെയ്യും. ആ സർട്ടിഫിക്കറ്റോടെ ഒന്നുകൂടെ സാക്ഷ്യം പറയണം.
വൈകുന്നേരം ഞാൻ അവിടെ മീറ്റിങ്ങിന് വന്നു. അപ്പൊ ബ്രദർ ചോദിച്ചു, കാലത്തെ സൗഖ്യം കിട്ടിയ സഹോദരി ഇവിടെ വന്നിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇതുപോലെ മുകളിലായിരുന്നു അന്ന് എനിക്ക് സീറ്റ് കിട്ടി, ബാൽക്കണിയില്. എന്നിട്ട് എന്നെ കർത്താവ് അത്രത്തോളം നടന്ന് എനിക്ക് കയറാം. കാരണം വെച്ചാൽ ഒരു മുറിയിൽ നിന്ന് ബാത്റൂമിലേക്ക് ഒരു സ്വല്പം ഇങ്ങനെ നടന്നപ്പോഴേക്കും കാലിന് നീരും വേദനയായിട്ട് വന്ന് എനിക്ക് ബാൽക്കണിയോ അന്ന് വൈകുന്നേരത്തെ മീറ്റിങ്ങിന് ബാൽക്കണിയിൽ ബെൽറ്റ് ഇല്ലാണ്ട് കയറാൻ കർത്താവിനെ അനുഗ്രഹിച്ചു. ഓപ്പറേഷൻ ഒന്നും വേണ്ടി വന്നില്ല. കാരണം വളരെ പ്രയാസമായിരുന്നു. കാരണം എനിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പൊ ഒരു വേദന ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇപ്പൊ എത്ര നാളായി സൗഖ്യം കിട്ടിയിട്ട്? എന്നായിരുന്നു? നവംബർ മാസത്തില്, കഴിഞ്ഞ നവംബർ മാസം എന്ന് പറഞ്ഞാൽ ഇപ്പം 1/2 വർഷത്തിന് മുകളിലായി. ഒരു കുഴപ്പമില്ല, പൂർണ്ണ സൗഖ്യമായിട്ടില്ല. ഹല്ലേലൂയ. ബ്രദറാണോ മദ്യപിക്കുമായിരുന്നു പറഞ്ഞു? എന്റെ സൗഖ്യം കണ്ടപ്പോ ബ്രദർ യേശുവിനെ പൂർണ്ണമായി വിശ്വസിച്ച് ഇന്ന് യേശുവിന് വേണ്ടി ഒരു മിനിറ്റ് യേശുവിന് വേണ്ടി ഓടാൻ തയ്യാറായി നിൽക്കണം. ബ്രദറിന്റെ മദ്യപാനമൊക്കെ മാറി അന്നത്തോടുകൂടി പൂർണ്ണമായി. അന്ന് വൈകുന്നേരത്തെ മീറ്റിങ്ങിന് ബ്രദർ. ചിലര് ചോദിക്കുന്ന ഈ അത്ഭുതം അടയാളമൊക്കെ എന്തിനാ? വചനം പറഞ്ഞാ പോരെ? അത്ഭുതം അടയാളം നടക്കുന്നിടത്ത് ഈ വചനം വെളിപ്പെടുന്നു. ഒത്തിരി വചനം പറഞ്ഞിട്ട് മദ്യപാനി തിരിച്ചു മദ്യപാനം കൊണ്ട് പോകുമ്പോൾ സഹോദരിയിൽ വചനം ക്രിയ ചെയ്യുന്ന കണ്ടപ്പോൾ ആങ്ങളെ മദ്യപാനം നിർത്തി. ആ സഹോദരൻ ഇവിടെ ഉണ്ടോ? വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ സഹോദരിയുടെ വിടുതലാണോ സഹോദരന്റെ മദ്യപാനം മാറ്റി? തീർച്ചയായിട്ടും. അന്ന് ഇതുപോലെ ബാക്കിൽ 3000 രൂപ ഞാൻ ഇരിക്കുമ്പോ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇത്രയും പേര് പിടിച്ചു, ഇവര് പൈസ കൊടുത്ത് ഏൽപ്പിക്കുന്ന പരിപാടി ഇതൊക്കെ. അപ്പൊ ഇത് പൈസ കൊടുത്ത ആളെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കുകയാണോ? സാക്ഷ്യം ഞാൻ അന്ന് വിശ്വസിച്ച അങ്ങനെയാ. ഞാൻ ഏറ്റവും ബാക്കിൽ ഇങ്ങനെ നിന്ന് പറഞ്ഞു, ഇവര് പൈസ കൊടുത്തിട്ട് ഈ കൈവപ്പിക്കണ ഏർപ്പാടാ, ഇത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, അനേകര് വിശ്വാസത്തിൽ ഓടിക്കേറി സാക്ഷ്യം കിട്ടിയവർ ഇവിടെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, കർത്താവ് അങ്ങനെയാണെങ്കിൽ എന്റെ പെങ്ങടെ കാല് ഞാൻ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് അവക്ക് സുഖമാവണം, ഞാൻ നിന്നെ വിശ്വസിക്കാം. അന്ന് കർത്താവ് അവളെ വിടിയിച്ചു. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായി. അന്ന് ഞാൻ കർത്താവിന് വേണ്ടി ഓടുന്ന, ഇപ്പോഴും കർത്താവിന് വേണ്ടി ഓടാൻ ഏത് അറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ്. I believe in miracles. എനിക്ക് അത്ഭുതം ഭയങ്കര വിശ്വാസമാണ്. വീണ്ടും അത്ഭുതം അടയാളം നടക്കുന്ന കാണാൻ ഞാൻ കൊതിക്കുന്നു. എനിക്കെന്ത് ചെയ്യണം? എന്റെ സഹോദരങ്ങൾ എല്ലാവരും അത് ചെയ്യണം. സകല പാസ്റ്റർമാരും ചെയ്യണം, സകല അച്ഛന്മാരും ചെയ്യണം, സകല തിരുമേനിമാരും ബിഷപ്പന്മാരും എല്ലാം കൈവച്ച് രോഗികൾ സൗഖ്യമാകണം. ലോകമൊക്കെ ഉണർവുണ്ടാകണം. യേശുവിന്റെ അത്ഭുതം ലോകം മുഴുവൻ നടക്കട്ടെ. കരമടിച്ച് എല്ലാ പള്ളികളിലും എല്ലാ ആരാധനാലയങ്ങളിലും ജീവിക്കുന്ന കർത്താവ് വെളിപ്പെടട്ടെ. ആമേൻ. സ്തോത്രം. സഹോദര, അപ്പോൾ ഈ സഹോദരിയുടെ അത്ഭുത സൗഖ്യമാ ആങ്ങളെ വിശ്വാസത്തിലേക്ക് നടത്തിയത്? തീർച്ചയായിട്ടും. എന്റെ കുടുംബം വരെ വിടുതൽ പ്രാപിച്ചു. അതില് ഞങ്ങളുടെ തകർന്ന കുടുംബമായിരുന്നു, മദ്യപാനം മൂലം തകർന്ന കുടുംബം. എന്റെ വൈഫ് നിൽക്കണ എന്റെ മദർ ലോയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ കുടുംബമായി സ്നാനമേറ്റു. ഈ സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഇന്നിപ്പോ അനേകരോട്, ഏറ്റവും കൂടുതൽ എന്റെ കൂടെ ജോലി ചെയ്യുന്നവരോടും അനേകം അതിനുവേണ്ടി സമയം കണ്ടെത്തും. ഓരോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വൈകിട്ട് വന്നാൽ തന്നെ അനേകം വീടുകളിൽ പോയി സുവിശേഷം അറിയിക്കുക. ഇതിനുവേണ്ടി ഞാൻ ഓടി കെയർ സെല്ല് നടത്തും. കെയർ സെല്ല് ഇപ്പം നടത്തുക. യോഗം നടത്തുന്ന സുവിശേഷകനായി മാറി. പലർക്കും ഒരു വിചാരമുണ്ട്, ഈ സുവിശേഷം അറിയിക്കുന്നവരൊക്കെ ഉദരപൂർണത്തിന് നടക്കുക. നോ, പൈസയ്ക്ക് നടക്കുക അല്ല. അദ്ദേഹം ഒരു നല്ല ജോലി ചെയ്യുന്നയാളാ. ഈ വിടുതൽ കണ്ടപ്പം തന്റെ പ്രിയപ്പെട്ടവരോടൊക്കെ പോയി പറയുക, കൂട്ടുകാരോടൊക്കെ പോയി പറയുക. പറയാതിരിക്കാൻ ഒക്കില്ല. പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിൽ വെള്ളം കണ്ടെത്തി ഒരുവൻ വിളിച്ചു പറയണമെന്ന, വരിക, ഞാൻ വെള്ളം കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെയാ വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്ന ആ ഒരു ഉപമയോടുകയാ. ഈ യേശുവിനെ കണ്ടെത്തിയവർ, ഈ ജീവജലം കണ്ടെത്തിയവർ വിളിച്ചു പറയട്ടെ, വരിക, ഞങ്ങളുടെ വിടുതൽ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ചേർന്ന് കർത്താവിനെ ശ്രദ്ധിക്കാം. സിസ്റ്റർ കണ്ണുനീരോടെയാണല്ലോ നിൽക്കുന്നത്. എന്താ സന്തോഷം കൊണ്ടാ ബ്രദറെ? എന്റെ കുടുംബത്തെ വിടുവിച്ചു. എന്റെ മൂത്ത മോൻ, എന്റെ പപ്പ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ പേടിയായിരുന്നു, പപ്പയെ കാണുമ്പോ മദ്യപിച്ചു വരുന്നതായിരുന്നു. ഇപ്പൊ യേശുവിലായി കഴിഞ്ഞപ്പോ എന്റെ ഭർത്താവ് വീട്ടിൽ കയറി വരുമ്പോ 3 കുഞ്ഞുങ്ങൾ ഓടും എന്റെ പപ്പയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് സന്തോഷമുണ്ട് ഞങ്ങളുടെ കുടുംബത്തില്.
രാജേന്ദ്ര മൈതാനിയിൽ വെച്ചിട്ട് എനിക്കൊരു സൗഖ്യം കിട്ടിയായിരുന്നു. എന്റെ 3ാമത്തെ ഡെലിവറിക്ക് ശേഷം എനിക്ക് യൂറിൻ കൺട്രോൾ അല്ലായിരുന്നു. അന്ന് അവിടെ ആരാധനയ്ക്ക് വന്ന് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് യൂറിൻ കൺട്രോൾ ആവാതെ പോയിക്കൊണ്ടിരിക്കുകയത്. അതിനുശേഷം മീറ്റിംഗിന്റെ അവസാന സമയത്ത് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുടെ സമയത്ത് പങ്കു ബ്രദർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ രോഗമുള്ള സൈഡിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ അടിവയറ്റിൽ കൈവച്ചിട്ട് യേശുവേ എന്ന് വിളിക്കാൻ പറഞ്ഞപ്പോൾ യേശുവേ എന്ന് വിളിച്ച സമയത്ത് ഒരു നല്ല ബലമുള്ള കരം എന്റെ കൈയുടെ മേളിൽ വന്ന് അമർത്തുന്ന ഫീലിംഗ് എനിക്കുണ്ടായി. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് അസുഖം ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എത്ര നാളാ കഷ്ടത അനുഭവിച്ചു? 8 മാസം. ആ സഹോദരിയെ സ്പർശിച്ച ബലമേറിയ കരം ഒരു തോന്നലല്ല, ആരുടെയോ ഭാവനാ സൃഷ്ടിയല്ല. ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ആ ബലമേറിയ അത്ഭുത സൗഖ്യത്തിന്റെ കരം അനുഭവിക്കാം. അത് യേശുക്രിസ്തുവിന്റെ കരമാ. പ്രിയപ്പെട്ടവരെ, ഈ സൗഖ്യവും വിടുതലും ഒക്കെ ശുദ്ധ തട്ടിപ്പല്ലേ എന്ന് ചിന്തിച്ചു നിന്ന സഹോദരനെ ആ ബ്രദറിന്റെ സഹോദരിയെ സൗഖ്യമാക്കിയപ്പോൾ ഇന്ന് ആ ബ്രദർ ഓടി നടക്കുക ഈ യേശുവിനെ കുറിച്ചൊന്ന് പറയാൻ. ഞങ്ങൾ ആ ഒരു ആത്മാർത്ഥതയിലാണ് ഈ സുവിശേഷം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു.